ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖുമേനിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നു. ഈ സമയം ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഒരു പ്രസ്താവന നടത്തുകയാണ്. ഒരൊറ്റ ഷോട്ട് മതി എല്ലാവരെയും ചാമ്പലാക്കാൻ, അവരെല്ലാം ഒരേ സ്ഥലത്തുണ്ട് എന്ന്. ഇതിന് ഇറാൻ ഒരു മറുപടിയും നൽകി. ഇറാനിയൻ ജനതയോട് ബഹുമാനത്തോടെയും മര്യാദയോടെയും സംസാരിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് പഠിക്കണം, അല്ലാത്ത പക്ഷം മറ്റൊരു ഭാഷയിലായിരിക്കും തങ്ങളുടെ മറുപടി എന്നാണ് ഇറാൻ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി മുഹമ്മദ് ബാഗർ വ്യക്തമാക്കിയിരുന്നത്. ട്രംപ് നടത്തിയ പ്രസ്താവന അങ്ങേയറ്റം അശ്ലീലമാണ്, ഒരു നയതന്ത്ര യുദ്ധമര്യാദയും പാലിക്കാത്തതാണ്. ഇറാന്റെ പരമോന്നത നേതാവിൻ്റെ അന്ത്യയാത്രയുടെ ചടങ്ങുകൾ നടക്കുകയാണ്. ഇറാന്റെ എല്ലാ തലമുതിർന്ന രാഷ്ട്രീയ, സൈനിക, ശാസ്ത്ര, വിദ്യാഭ്യാസ രംഗത്തെ നേതാക്കളും ആ ഒരു സ്ഥലത്ത് ഒന്നിച്ചു ചേരുകയാണ്. ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്നായി, അഥവാ 100ഓളം രാജ്യങ്ങളിൽ നിന്നായി പ്രതിനിധികൾ സംബന്ധിക്കുകയാണ്. കൂടാതെ 2 കോടിയിലധികം ഇറാനിലെ ജനതയും സംഗമിക്കുന്ന വളരെ വലിയ ഒരു സമ്മേളനം. അവിടെയാണ് ഈ ജനക്കൂട്ടത്തെ നോക്കിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലിരിക്കുന്ന ഒരാൾ കടുത്ത പ്രകോപനവും മനുഷ്യത്വരഹിതവുമായ പ്രസ്താവനകൾ നടത്തുന്നത്. ഒരു ജനത അവരുടെ പരമോന്നത നേതാവിനെ യാത്രയാക്കാൻ കലങ്ങിയ കണ്ണുകളുമായി ഏറെ വൈകാരികമായി നിൽക്കുമ്പോൾ ഒറ്റ ഷോട്ടിന് എല്ലാവരെയും തീർത്തു കളയുമെന്ന് പറയാൻ ഒരിക്കലും ഒരു അമേരിക്ക പോലെയുള്ളൊരു രാഷ്ട്രത്തിൻ്റെ പ്രസിഡന്റുമാർക്ക് സാധിക്കില്ല. പക്ഷേ ഒരു ഭ്രാന്തൻ ഒരു പ്രസിഡന്റ് ആയാൽ അയാൾക്കത് പറയാൻ കഴിയും എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഇത്. ഇറാൻ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി മുഹമ്മദ് ബാഗർ ട്രംപിനുള്ള മറുപടിയിൽ കുറച്ചുകൂടി കാര്യങ്ങൾ പറയുന്നുണ്ട്. വിദേശ ശക്തികളുടെ ഭീഷണിക്ക് മുൻപിൽ തങ്ങൾ ഒരിക്കലും വഴങ്ങില്ല. തങ്ങളുടെ രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്ക എങ്ങനെയെങ്കിലും വിജയിക്കുമെന്നും പുതിയൊരു ഒത്തുതീർപ്പിന് ഇറാൻ തയ്യാറായില്ലെങ്കിൽ തങ്ങളുടെ ജോലി പൂർത്തിയാക്കുമെന്നും ഇതിനുശേഷം ട്രംപ് വീണ്ടും ഓവൽ ഓഫീസിൽ നിന്നും ഒരു പ്രസ്താവന ഇറക്കുന്നുണ്ട്. ഇറാനിലെ 91 ദശലക്ഷം വരുന്ന ജനങ്ങളുടെ ജീവിതത്തെ ഏതെങ്കിലും തരത്തിൽ പ്രയാസപ്പെടുത്താൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ ട്രംപ് എന്നാൽ ഇറാന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പും ഇവിടെ നൽകുകയാണ്. ട്രംപിൻ്റെ ഈ പ്രസ്താവനയെ യാഥാർത്ഥ്യ ബോധമില്ലാത്തവൻ്റെ ഭാവനകൾ എന്ന് പറഞ്ഞാണ് മുഹമ്മദ് ബാഗർ പ്രതികരിച്ചത്. വെറും 250 വർഷം മാത്രം പഴക്കവും പാരമ്പര്യവുമുള്ള, എന്നാൽ വ്യക്തമായ വേരുകളില്ലാത്ത ഒരു രാജ്യമായ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഇറാനെ ഇല്ലാതാക്കുമെന്ന് പറയുന്നത് തികഞ്ഞ വിരോധാഭാസവും വിഡ്ഢിത്തവുമാണ് എന്നാണ് ബാഗർ അതിന് മറുപടി നൽകുന്നത്. മുൻപ് ട്രംപ് ഇത്തരം പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം തികഞ്ഞ പരാജയത്തിൽ നിന്നും അപമാന ഭാരത്തിൽ നിന്നും ഉണ്ടായതാവാനാണ് സാധ്യത. ട്രംപും അമേരിക്കയും പൂർണ്ണ നിസ്സഹായ അവസ്ഥയിലാണ്. ഒടുവിൽ ചർച്ചക്കും വെടിനിർത്തലിനുമായി ട്രംപ് ഇറാനോട് അപേക്ഷിക്കുകയായിരുന്നുവെന്നും അങ്ങനെ അപേക്ഷിക്കേണ്ടി വന്നു എന്നുമാണ് ബാഗൽ പറയുന്നത്. ഇറാനിയൻ ജനത ഭീഷണിയുടെ ഭാഷയ്ക്ക് മുൻപിൽ ഒരിക്കലും തലകുനിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ മാന്യമായി സംസാരിക്കാൻ അമേരിക്ക പഠിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നയതന്ത്ര രംഗത്തും പ്രതിരോധ രംഗത്തും ഇറാൻ തങ്ങളുടെ അവകാശങ്ങളിൽ നിന്നും ഒരടി പിന്നോട്ട് പോവില്ല എന്നും അദ്ദേഹം പറയുന്നു. സാമ്രാജ്യത്വ ശക്തികളുടെ ഭീഷണികളെ അതിശക്തമായിട്ട് നേരിടും. ശക്തമായ പ്രതിരോധ നടപടികളുമായി ഇറാൻ മുന്നോട്ട് പോകുമെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അവസാനിക്കുന്നത്. ഇനി നമ്മൾ ആലോചിക്കുക, ഒരു ജനത അവരുടെ ലോകത്ത് ഏത് യുദ്ധമുണ്ടായി കഴിഞ്ഞാലും, ഏത് രാഷ്ട്ര നേതാവ് കൊല്ലപ്പെട്ട് കഴിഞ്ഞാലും ആ യുദ്ധത്തിനൊരു മര്യാദയുണ്ട്. ചില ഘട്ടങ്ങളിൽ ആ പ്രദേശങ്ങളിൽ യുദ്ധം പാടില്ല, ആക്രമണം പാടില്ല എന്നൊക്കെ. പ്രത്യേകിച്ച് ഇറാനുമായിട്ടൊരു ഡീല് നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സമാധാന ചർച്ച നടക്കുകയാണ്. ആ സമാധാന ചർച്ച നടക്കുന്ന ഘട്ടത്തിലാണ്, അതിൻ്റെ ആ ഒരു സമയത്തിൻ്റെ പീരീഡിലാണ് യുദ്ധത്തിൽ ഏത് രാഷ്ട്രങ്ങൾ തമ്മിലാണോ യുദ്ധം, അതിൽപ്പെട്ട ഒരു രാഷ്ട്രത്തിൻ്റെ തലവൻ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുന്നത്. പ്രസിഡന്റ് ഒരു ഭാഗത്ത് പ്രകോപനം ഉണ്ടാക്കുന്നു, വൈസ് പ്രസിഡന്റും പ്രസിഡന്റിൻ്റെ മറ്റു നോമിനികളും നിരന്തരമായിട്ട് സമാധാന ചർച്ചയും നടത്തുമ്പോൾ ലോകം എങ്ങനെയാണ് അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രത്തെ വിശ്വസിക്കേണ്ടത്? അതൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, എന്തുകൊണ്ടാണ് ട്രംപ് ഇങ്ങനെ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ട്രംപ് നേരത്തെ ബാഗൽ പറഞ്ഞ പോലെ അസ്വസ്ഥനാണ്. കാരണം തോറ്റ പ്രതീതിയുള്ള ഒരാൾ സ്വാഭാവികമായിട്ടും കൂടുതൽ അസ്വസ്ഥനാവുകയും അതിൻ്റെ ആ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നത് അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകളിലൂടെയായിരിക്കും. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കുരക്കും പട്ടി കടിക്കില്ല എന്ന്. എന്നാൽ ഇവിടെ ട്രംപിന് ഇനിയൊരു യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള അവകാശം അമേരിക്കൻ കോൺഗ്രസ് നൽകുന്നില്ല. അതോടൊപ്പം തന്നെ
ട്രഷറിയും കടുത്ത നിയന്ത്രണങ്ങൾ അവിടെ ഏർപ്പെടുത്തുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ പല രീതികളിലും അമേരിക്കക്ക് ഇറാനിൽ നിന്ന് തിരിച്ചടിയും നേരിടുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇറാനുമായി ഏതെങ്കിലും തരത്തിലുള്ള സന്ധി സംഭാഷണങ്ങളിലൂടെ യുദ്ധം അവസാനിപ്പിച്ച് ചെറിയ ചെറിയ പ്രസ്താവനകളൊക്കെ നടത്തി അങ്ങ് പിൻവലിഞ്ഞു പോകാം എന്നതാണ് അമേരിക്ക കരുതുന്നത്. പക്ഷേ ഒരാളുടെ തലക്ക് മീതെ അഹങ്കാരം പിടിപെട്ടാലും ധാർഷ്ട്യവും ധിക്കാരവും കടന്നു കയറിയാലും അയാൾ ആ പരാജയത്തെ പെട്ടെന്ന് ഉൾക്കൊള്ളണമെന്നില്ല. അതിൻ്റെ ഉദാഹരണമാണ് ട്രംപ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവന. പക്ഷെ അങ്ങനെ പ്രസ്താവന നടത്തുമ്പോൾ പോലും ചില മര്യാദകളുണ്ട്. ഒരു ജനത തങ്ങളുടെ നേതാവിന് യാത്രാ അയപ്പ് നൽകുന്നതിന് വേണ്ടി സന്ധിക്കുമ്പോൾ ഒറ്റ ഷോട്ടിൽ എനിക്ക് തീർക്കാൻ കഴിയും എന്നൊക്കെ പറയുന്നത് ഒരു ഭീരുവിൻ്റെ, ഒരു ഭരണകർത്താവ് എന്ന നിലയിൽ ഒരിക്കലും പറയാൻ പറ്റാത്ത ഒരു സംഗതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കർബലയുടെ ചരിത്രം ഇറാനുമായിട്ടൊക്കെ വന്ന് സന്ധിക്കുന്ന ഘട്ടത്തിൽ പറയുന്നത് ചതിയുടേതാണ്. ഇത്തരത്തിൽ ചതി വീണ്ടും ആവർത്തിക്കുകയാണോ ട്രംപിലൂടെ എന്ന സംശയമാണ് ഇത്തരം പ്രസ്താവനകളിലൂടെ ഇറാനിയൻ അധികൃതർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. ഏതായിരുന്നാലും ട്രംപ് അമേരിക്കക്കൊരു ശാപമാണെന്ന് മാത്രമല്ല, ട്രംപ് ഒരു വലിയ ദുരന്തവുമാണ്. Waytonikah.com, the exclusive Muslim matrimonial site.